കഥ തുടങ്ങുന്നത് കോരിച്ചൊരിയുന്ന ഒരു മഴയുള്ള രാത്രി. ഒരു വലിയ ബംഗ്ലാവിന്റെ മുന്നില് ഒരു പെൺകുട്ടി പേടിച്ചു വിറച്ചു നിൽക്കുന്നു. ഈ സമയം അവിടുന്ന് ഒരു ശബ്ദം, ഈ കുടുംബത്തിന് ഒരു അന്തസ്സും അഭിമാനവും ഉണ്ട്. നിന്നെ പോലെ ഒരുത്തിക്ക് വേണ്ടിയിട്ട് അത് കളഞ്ഞു കുടിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഈ കുടുംബം ഒരിക്കലും നിന്റെ കുഞ്ഞിനെ അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെ വലിയ ശബ്ദത്തോടു കൂടിയാണ് ആ പെൺകുട്ടിയുടെ ആ സ്ത്രീ അവിടെ നിന്ന് സംസാരിക്കുന്നത്. അമൃത എന്ന് പറയുന്ന ആ പെൺകുട്ടി വളരെ പ്രതീക്ഷയോട് കൂടിയാണ് സരോവർ എന്ന് പറയുന്ന ആ വീട്ടിലേക്ക് വന്നത്. ആ നിമിഷം തന്റെ പ്രണയം, സ്വപ്നം എല്ലാം തകർന്നടിയുന്നത് അമൃത അറിഞ്ഞു. അവളുടെ മുഖത്തെ സഹതാപം പോലും കാണാതെ അവര് പറയാണ്, നീ ആരാണെന്ന് ഒരിക്കലും മറക്കരുത് അമൃതേ. നിനക്ക് ഈ സരോവരത്തിലെ ജോലിക്കാരി ആവാനുള്ള യോഗ്യത പോലും ഇല്ല. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു വന്നാൽ നിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. അമൃതയെ ഒന്ന് കാണണമെന്നുള്ള രാജലക്ഷ്മിയുടെ ആഗ്രഹപ്രകാരം ആ വലിയ വീട്ടിലേക്ക് കയറി ചെന്ന അവളെ സ്വീകരിച്ചത് പുച്ഛവും ദേഷ്യവും കലർന്ന ഈ വാക്കുകളായിരുന്നു. അപ്പൊ അമൃത പറയണേ, ആന്റി, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഇവിടുത്തെ ചോരയാണ്. ആ കുഞ്ഞ് ഈ വീട്ടിലല്ലേ വളരേണ്ടത്. എന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാം, അംഗീകരിക്കാതിരിക്കാം, പക്ഷേ ഞങ്ങളുടെ കുഞ്ഞിനെ എത്ര കാലത്തേക്ക് നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാനാവും? ഇത് കേൾക്കുന്ന രാജലക്ഷ്മി പറയും, ആസ് യു നോ, ദിസ് ഈസ് എ റെപ്യൂട്ടഡ് ഫാമിലി, യു ആർ നോട്ട് സ്യൂട്ട് ഫോർ us. എനിക്ക് എന്റെ സ്റ്റാറ്റസ് ആണ് വലുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്നെ പോലുള്ള ഏഴാകൂലികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സങ്കടത്തോടുകൂടെ ആ വാക്കുകൾ കേട്ടുനിന്ന അമൃത അവളുടെ ആ വീർത്ത വയറിനെ ഷോൾ കൊണ്ട് മറയ്ക്കാൻ നോക്കുകയാണ്. എന്നാ അത് നടന്നില്ല. പുറത്തെ തണുപ്പിനേക്കാളും വലിയ ഒരു തണുപ്പ് അവളെ വന്ന് മൂടി. രാജലക്ഷ്മി വീണ്ടും പറഞ്ഞു, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഈ വീട്ടിൽ ആരുമല്ല. കണ്ട തിണ്ണ നിറങ്ങി നടക്കുന്ന ഒരുവൾക്ക് ഇവിടുത്തെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യോഗ്യതയുമില്ല. കടന്നുപോ. രാജലക്ഷ്മി ദേഷ്യത്തോടു കൂടി വിറച്ചു വിറച്ചു പറഞ്ഞു. അമൃത വീണ്ടും കരഞ്ഞോണ്ട് പറയും, പ്ലീസ് അങ്ങനെ പറയരുത്. ഞാൻ അങ്ങനെയുള്ള ഒരു പെണ്ണല്ല. ഇവിടുത്തെ സ്വത്തോ പണോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരിക്കലും എന്റെ ആത്മാഭിമാനത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യരുത്. രാജലക്ഷ്മി പറയും, നിന്നെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ പറയുന്നത്. നീയും നിന്റെ അമ്മയും ഏത് തരക്കാരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കൊക്കെ എന്ത് ആത്മാഭിമാനം? അമൃത പറയും, എത്ര എതിർത്താലും ഈ കുഞ്ഞിനെ എങ്കിലും അംഗീകരിക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ഞാൻ ആന്റിയുടെ കാലു പിടിക്കാം. അല്പമെങ്കിലും മനുഷ്യപ്പെട്ടുണ്ടെങ്കിൽ എന്നെ കൈയൊഴിയരുത്. ഒരു തെറ്റും ചെയ്യാത്ത ഈ കുഞ്ഞിനെങ്കിലും. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടത്തോടൊപ്പം ഭയവും കൂടിക്കൂടി വന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ സ്ത്രീയുടെ മുന്നിലേക്ക് വരേണ്ടി വന്ന നിമിഷത്തെ അവൾ മനസ്സുകൊണ്ട് ശപിച്ചു. രാജലക്ഷ്മി പറയും, അമൃതേ, നീ കേട്ടോ, ഒന്നെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്ന് ഈ കുഞ്ഞു മരിക്കും, അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടന്ന് മരിക്കും. എന്തായാലും അത് ഈ ഭൂമിയിൽ ജീവിക്കില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. അമൃത പറയാൻ തുടങ്ങുമ്പോഴേക്കും അവർ കയ്യിലുണ്ടായിരുന്ന ഒരു സ്കാപ്പിലെടുത്ത് അവളുടെ വയറ്റിലേക്ക് ആഞ്ഞുകുത്തി. എന്നിട്ട് ദേഷ്യത്തോടു കൂടെ ആ മഴ പെയ്യുന്ന മുറ്റത്തേക്ക് ഒരൊറ്റ ഉന്ത് വെച്ചു കൊടുക്കുക. പെട്ടെന്നുള്ള ഈ ഒരു തള്ളിയിടൽ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അമൃത ആ മഴയിലേക്ക് ശരിക്ക് വീണിട്ടുണ്ട്. അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ട്. പ്ലീസ് ഹെൽപ്പ് മീ, എന്റെ കുഞ്ഞിനെ ദയവ് ചെയ്ത് രക്ഷിക്കണം. കുത്തേറ്റ് താഴേക്ക് വീഴും മുമ്പേ അമൃത ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കോരിച്ചെറിയുന്ന മഴയില് തന്റെ കരച്ചിൽ ആരും കേൾക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ചുറ്റിലും നോക്കിക്കൊണ്ട് അമൃത ഉറക്കെ കരഞ്ഞു. രാജലക്ഷ്മിയെയും അവസാനമായിട്ട് സഹായിക്കുന്നുള്ള പ്രതീക്ഷയിൽ നോക്കിയെങ്കിലും നിന്റെ കുഞ്ഞിനെ ഞാൻ പുറം ലോകം കാണിക്കില്ല എന്ന് പറഞ്ഞ് അമൃതയെ മൈൻഡ് പോലും ചെയ്യാതെ ആ വേദനിച്ച് കിടക്കണ ഗർഭിണിന്ന് പോലും ആലോചിക്കാതെ രാജലക്ഷ്മി ഇരുട്ടിലേക്ക് പോവാണ്. ഈ സമയത്തും അമൃതയുടെ കരച്ചില് അവിടെ എല്ലാം മുഴങ്ങുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടുള്ളത് 5 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കഥയാണ്. ഹോ, ഞാൻ പണി നിർത്തി, ഇന്നത്തേക്ക് ഇത്രയും മതി. നീ ഇറങ്ങാറായോ അമൃത എന്നിങ്ങനെ അമൃതയുടെ കൂട്ടുകാരി ആലീസ് ചോദിക്കുകയാണ്. ഞാൻ ഡിസൈനിലെ ഒരു ലാസ്റ്റ് ടച്ചപ്പ് ചെയ്യായിരുന്നു, അത് തീർന്നു, ഞാനും ഇറങ്ങുവാണ്. ലാപ്ടോപ്പ് എടുത്ത് ബാഗിൽ വെച്ച് അമൃത ഇറങ്ങാൻ തുടങ്ങുമ്പോ ആലീസ് പറയും, ഞാൻ ഇന്ന് നിന്നെ കൂട്ടി ഷോപ്പിന് ഇറങ്ങാന്ന് കരുതിയതാ. അല്ലെങ്കിലും എങ്ങോട്ടെങ്കിലും പോണെന്ന് പ്ലാൻ ചെയ്തു കഴിഞ്ഞാ അപ്പോഴേക്കും വല്ല എക്സ്ട്രാ വർക്കും കൊണ്ടുവരില്ലേ ഈ മാഡം? ഇത് കേട്ട് ചെറു പുഞ്ചിരിയുടെ അമൃത പറയും, അതൊക്കെ നിന്റെ മാഡം, എന്നാലും എന്റെ സാറേ അങ്ങനെയല്ല. ആലീസ് പറയും, ഹോ, നിന്റെയൊക്കെ ഒരു ഭാഗ്യേ, എത്രയും പെട്ടെന്ന് ടീം മാറണം, നീ നോക്കിക്കോ എന്നിങ്ങനെ ഒരു രഹസ്യം പറയുന്ന പോലെ പറയാണ്. അമൃത പറയും, നോക്കാം നമുക്ക്, എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, ലേറ്റ് ആവുന്നു എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ആലീസ് പറയും, ചെല്ലേ, അച്ചുവിടെ കാത്തിരിപ്പുണ്ടാകും, ബൈ. അങ്ങനെ അമൃത ആ ഓഫീസിന്റെ പടി ഇറങ്ങാണ്. സൂര്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിസിറ്റിയുടെ ഗേറ്റ് കടന്നുകൊണ്ട് അമൃത വേഗം പോയത് 2nd ഫ്ലോറിലുള്ള ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാ പോയത്. 2ാം നിലയായ 106 റൂമിലെ ഡോറ് തുറന്നിരിക്കുകയാണ്. അത് അവളൊരു കുസൃതി ചിരിയോടുകൂടി തള്ളി തുറന്നു. എന്നാ മുറിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ എവിടെ പോയി എന്നോർത്തുകൊണ്ട് അവൾ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് നടന്നു. അച്ചുവിനെ കാണാനുള്ള വെപ്രാളത്തില് അവൾ അവിടെ ആരെയും നോക്കാതെ പോയി. നഴ്സുമാരുടെ സ്റ്റേഷനില് നീലയും വെള്ളയും വരെയുള്ള ഒരു ചെറിയ ഗൗൺ ധരിച്ച് തല മൊട്ടയടിച്ചൊരു കുട്ടി ഡ്രോയിങ് ബോർഡ് കയ്യിൽ പിടിച്ച് എന്തോ വരയ്ക്കുന്നുണ്ടായിരുന്നു. അച്ചു, നീ എന്താ ഈ വരയ്ക്കുന്നത്
റീത്ത സിസ്റ്റർ ചോദിച്ചു. ഒരു സുന്ദരനെ. റീത്ത സിസ്റ്റർ ഒരു സുന്ദരനെയാണോ കല്യാണം കഴിക്കുക? കുഞ്ഞാര്യൻ ചോദിച്ചു. സിസ്റ്റർ പറയും, ഞാനൊരു സുന്ദരനെ കണ്ടുവച്ചിട്ടുണ്ട് മിസ്റ്റർ ആര്യൻ, നമുക്ക് കല്യാണം കഴിച്ചാലോ? റീത്ത സിസ്റ്ററുടെ ചോദ്യം കേട്ട് ആര്യൻ നാണത്തോടു കൂടെ ചിരിച്ചു. ഇത് കേട്ടോണ്ടാ അമൃത അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ടതോടുകൂടി ആര്യനാണെങ്കിൽ വീണ്ടും നാണം വന്നു. അങ്ങനെ അച്ചു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അമൃത പറയും, അച്ചു നിന്നെ മുറിയിലെ കാണാതെ അമ്മ വല്ലാണ്ട് പേടിച്ചു പോയല്ലോ. ഒരുപാട് ഉമ്മ കൊടുത്തോണ്ട് അമൃത പറയാ. റീത്ത സിസ്റ്റർ പറയും, ഉച്ചയോർക്കം കഴിഞ്ഞപ്പോ ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടി. അമൃത വരുമ്പോ വിടാലോ എന്ന് കരുതി. ഇന്നെന്ത് പറ്റി, ലേറ്റ് ആയോ? അവൻ കുറച്ചു സമയമായി അന്വേഷിക്കുന്നു. റീത്ത സിസ്റ്റർ അവന്റെ മുടിയില്ലാത്ത തല ഇങ്ങനെ തലോടിക്കൊണ്ട് പറഞ്ഞു. അമൃത പറയും, ഇന്നിറങ്ങാൻ ഇത്തിരി ലേറ്റ് ആയി പോയി സിസ്റ്ററെ. പോരാത്തതിന് ഇടപ്പള്ളിയിലായി ബ്ലോക്കും. അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞെത്തിയപ്പോഴേക്കും ഒരു സമയമായി. വാച്ചു നമുക്ക് റൂമിലേക്ക് പോയാലോ? റീത്ത സിസ്റ്ററോട് ചോദിക്കും, ബുദ്ധിമുട്ടായില്ലല്ലോ? റീത്ത സിസ്റ്റർ പറയും, എന്ത് ബുദ്ധിമുട്ട്, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ അച്ഛനെ നോക്കാന്നുള്ളത്. ഇനിയിപ്പൊ അമൃത ഒരു ദിവസം വന്നിട്ടില്ലെങ്കിലും സാരമില്ല, ഞങ്ങളെ കല്യാണം കഴിക്കാൻ പോവാ അല്ലേ അച്ചു എന്ന് പറഞ്ഞൊരു കള്ള ചിരിയിരിച്ച് റീത്ത സിസ്റ്റർ നോക്കുമ്പോ നാണിച്ച് ചിരിക്കുമ്പോ അമൃത പറയും, അതിനെന്താ അച്ചു, അമ്മ കട്ട സപ്പോർട്ടല്ലേ എന്ന് പറഞ്ഞിങ്ങനെ എല്ലാവരും ചിരിക്കും. ശേഷം ചോദിക്കും, അല്ല ഇന്നെന്താ സിസ്റ്റർ മാത്രമേ ഉള്ളൂ ഡ്യൂട്ടിക്ക്? വേറെയുള്ള ആരെയും കാണുന്നില്ലല്ലോ? സിസ്റ്റർ പറയും, ഹോ അതോ, ഇവിടെ ഒരു പുതിയ ഡോക്ടർ ചാർജ് എടുത്തിട്ടുണ്ട്. ന്യൂറോളജിയിലെ പുറത്തൊക്കെ പേര് കേട്ട ന്യൂറോളജിസ്റ്റാ. ഇവിടെ ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരു കുഞ്ഞിനെ നോക്കാൻ വന്നിട്ടുണ്ട്. അടുത്ത ഡോക്ടറുടെ സിറ്റിംഗില് നമുക്ക് അച്ഛനെയും കാണിക്കാം എന്ന് പറഞ്ഞ അച്ഛനെ നോക്കും. ശേഷം പിന്നെ ചിരിച്ചിട്ട് പറയും, എല്ലാവരും കൂടെ മൂപ്പരെ കാണാൻ പോയതാ. ആളെ ഒരു കൊച്ചു സുന്ദരനാണ്. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും രണ്ട് നേഴ്സുമാർ അങ്ങോട്ട് വരുന്നത്. അവര് പറയും, പുതിയ ഡോക്ടറെ ഒന്ന് കാണേണ്ടത് തന്നെയാട്ടോ. എന്താ ഒരു ലുക്ക്, ആ നടത്തം പോക്കും നമ്മൾ നോക്കി നിന്ന് പോവും. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല, ആരോടും ചിരിക്കില്ല, സംസാരിക്കില്ല. അങ്ങനെ അവര് ആ ന്യൂറോ സർജനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു സിസ്റ്റർ പറയും, ആഹാ അച്ചുട്ടന്റെ അമ്മ വന്നോ? പുതുതായി ഒരു ന്യൂറോ സർജൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ പുതിയ ഓണറിന്റെ മകനാണ്. വിദേശത്ത് പഠിക്കാൻ പോയതാ. കേട്ടോ റീത്ത സിസ്റ്ററെ, ഈ ഡോക്ടർ അച്ഛനെ പോലെയാണെന്നാ തോന്നുന്നത്. സാർ ബിസിനസ്സുകാരനാണെങ്കിലും നന്മയുള്ളവനാ. എന്നാ ഡോക്ടർ ബുധണ്ടല്ലോ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. ഹൃദയം എന്ന് പറയുന്നൊരു സാധനേ ഇല്ല അവർക്ക്. ചെയ്യുന്ന പണിയോ കാർഡിയാക് സർജൻ. ആ ശൂർപ്പണകെ എങ്ങനെയാണാവോ ഈ സാറ് സഹിക്കുന്നേ? അല്ല ഇപ്പൊ കുറച്ചായിട്ട് ആള് ഭരിക്കാനൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, എവിടെ പോയി തൊലഞ്ഞോന്നാവോ? റീത്ത സിസ്റ്റർ പറയും, ഡോക്ടർ എന്തോ ബിസിനസ് മറ്റോ വിദേശ ടൂറിലാണ്, അതാ ഇങ്ങോട്ടൊന്നും കാണാത്തത്. മറ്റേ സിസ്റ്റർ പറയും, എന്തായാലും മോൻ തള്ളയെ പോലല്ല, ആളൊരു കൊച്ചു മിടുക്കനാ. ബുദ്ധിക്ക് ബുദ്ധി, പഠിപ്പിന് പഠിപ്പ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, പൈസക്ക് പൈസ. യോഗം തന്നെ. പിന്നെ അങ്ങരുടെ ആ ചിരി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. കഴിഞ്ഞ ദിവസം ഞാനാ ഡോക്ടറെ ഓപ്പറേഷൻ തിയേറ്ററിലെ അസിസ്റ്റ് ചെയ്തത്. മെഡിക്കൽ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. എന്ത് അടിപൊളിയായിട്ടാണെന്നാ ക്ലാസ് എടുക്കുന്നത്. നല്ല ഉഗ്രൻ ശബ്ദവും, നമ്മൾ കേട്ടിരുന്നു പോവും. എന്തായാലും ആള് കമ്മിറ്റഡ് ആകും എന്ന് ഇതിനിടയിലൂടെ വേറൊരു സിസ്റ്റർ പറയാണ്. ശരി ശരി മതി മതി, ഇനി എല്ലാവരും പോയി അവരവരുടെ പണി നോക്ക്. പുതിയ ഡോക്ടറെ നോക്കി അധികം വെള്ളം ഇറക്കണ്ട. ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാകും എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ അമൃതയുടെ മനസ്സിലേക്ക് 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ചില കാര്യങ്ങൾ ഓർമ്മ വരികയാണേ. അത് കേട്ട് കഴിയുമ്പോ പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവൾ അച്ഛനെയും കൂട്ടി മുറിയിലേക്ക് മടങ്ങി. അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അമൃത വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആലുവ വരെ ഓട്ടോ പിടിച്ചാ പോയത് ബ്ലോക്ക് ഒഴിവാക്കാനേ. അങ്ങനെ പോകുന്ന വഴി കാപ്പി കുടിക്കല്ലാതെ വേറൊന്നും അവള് കഴിച്ചിട്ടില്ല. അങ്ങനെ ഓഫീസിലേക്ക് കയറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പുതിയ ഡിസൈനിനെ കുറിച്ച് പ്രസന്റ് ചെയ്ത ശേഷമാണ് അമൃതയൊന്ന് സ്വസ്ഥായിട്ടിരുന്നത്. തലേ ദിവസത്തെ ഉറക്കമില്ലായ്മ അവളെ വല്ലാണ്ട് തളർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ആലീസ് വന്നിട്ട് ചോദിക്കും, എന്തായി മീറ്റിംഗ് ഒക്കെ തകർത്തില്ലേ? നിന്റെ ഡിസൈൻ ഇന്നും ഹിറ്റ് അല്ലേ അമൃത? ആ പിന്നെ നിന്റെ ഫോൺ കുറെ നേരമായിട്ട് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോ അമൃത വേഗം മറുപടി ഒന്നും പറയണ്ടേ ബാഗിന്ന് ഫോൺ എടുക്കുക. നമ്പർ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് കോള് വന്നതുകൊണ്ട് തന്നെ അമൃത അങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണ്. ദിസ് ഈസ് അമൃത രാജൻ, ഹു ആർ യു? അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആളെ അമ്മു ചേച്ചി, ഞാൻ ഫാത്തിമയാണ്, അലങ്കൃതയുടെ ക്ലാസ്മേറ്റ്. ചേച്ചി ഞാൻ പറയുന്നത് ഒന്ന് ക്ഷമയോട് കൂടെ കേൾക്കണം. അവളൊരു കയ്യബദ്ധം കാണിച്ചു, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്. ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് പിന്നൊന്നും സംസാരിക്കാൻ നിൽക്കാണ്ടേ ഫാത്തിമ കോള് കട്ട് ചെയ്യാ. ഒന്നാമത്തെ ക്ഷീണിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കല്ലേ. അമൃതയ്ക്ക് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ആകെ തല ഇറങ്ങുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുക. എന്നിട്ട് ബാഗ് എടുത്തിട്ട് ആലീസിന്റെ അടുത്ത് പറയും, ആലീസ് ഞാനിപ്പോ മുതൽ ലീവാണ്, അല്ലിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, നീ സാറിന്റെ അടുത്ത് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് അമൃത പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങും. ആ നീ ചെല്ലേ, ഞാൻ പറഞ്ഞോളാം, വിളിക്കിട്ടോ എന്നിങ്ങനെ ആലീസ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അമൃത പോകുന്ന വഴി സമാധാനം കിട്ടാതെ വീണ്ടും ഫാത്തിമയെ വിളിക്കും. ഹലോ ഫാത്തി, എന്ത് പറ്റി അല്ലിക്ക്? ഫാത്തിമ പറയും, ചേച്ചി ടെൻഷൻ ആവണ്ട, അവളെ ഇപ്പൊ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി, ക്രിട്ടിക്കൽ അല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്.
അവള് നമ്മുടെ നഴ്സിംഗ് കോളേജിന്റെ 2ാം നിലയിൽ ചാടിയതാ. ഇത് കേൾക്കുന്ന അമൃത ഞെട്ടുന്നുണ്ട്. ഫാത്തിമ പറയും ഓരോരോ പ്രാന്ത്, ബാക്കിയൊക്കെ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് ഫാത്തിമ കോള് കെട്ടയും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴും അമൃത ആകെ ഷോക്കായിട്ടുണ്ട്. 2ാം നിലയിൽ ചാടി എന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്തായാലും എന്തോ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്നും തളർന്ന ആളല്ല അല്ലേ. എന്നിട്ടിപ്പോ ഇത് എന്തു പറ്റി? ഇനി തന്റെ കുടുംബത്തിന് എന്തൊക്കെ സഹിക്കേണ്ടി വരും? അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ടാക്സി അവിടെ ഹോസ്പിറ്റലിൽ എത്തിയത് അമൃത അറിഞ്ഞിട്ടേ ഇല്ല. ഡ്രൈവർ പറയുമ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തിയെന്ന് മനസ്സിലാവുന്നത്. പിന്നെ വേഗം എഴുന്നേറ്റ് അവിടെ നിന്ന് ഇറങ്ങി റിസപ്ഷനിൽ പോയി നേരെ ഒബ്സർവേഷൻ റൂമിലേക്ക് പോവാണ്. അങ്ങനെ അമൃത അവിടെ എത്തിക്കഴിഞ്ഞാല് അല്ലി ദയനീയമായിട്ട് അമൃതയെ നോക്കി ഒന്ന് ചിരിക്കുക. അമൃത വിഷമത്തോടു കൂടെ ചോദിക്കും, സങ്കടത്തില് എന്ത് പറ്റിയല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എന്തപ്പണ്ടായത്? ഈ സമയം ആ ഫാത്തിമ പറയും, അവൾക്ക് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാണ് ചേച്ചി. ഇവിടെ ഒരു പുതിയ ന്യൂറോ സർജൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 ദിവസം ക്ലാസ് എടുക്കാനും അയാൾ വന്നിരുന്നു. ഇവളാണെങ്കിലോ അയാളുടെ പിന്നാലെയായിരുന്നു. എന്നാ അങ്ങേരാണെങ്കിലോ ഒരു പെണ്ണിനെ പോലും മൈൻഡ് ചെയ്യില്ല. ഇവളോട് പലവട്ടം പറഞ്ഞത് നടക്കില്ലെന്ന്. അപ്പൊ ഡോക്ടർ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഇവളെടുത്ത് ചാടി. ഒന്നുമില്ലെങ്കിൽ എന്റെ ചേച്ചി, ഇവളൊരു നഴ്സിംഗ് സ്റ്റുഡന്റ് അല്ലേ, ബോധം വേണ്ട എന്റെ ചേച്ചി. അമൃത പറയും, എന്റെ അല്ലേ നിനക്കെന്ത് പ്രാന്താണോ? വേറൊരാൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും അത്രയ്ക്ക് വലിയ മണ്ടിയാണോ നീ? അമൃതയ്ക്ക് അവളുടെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ അലങ്കൃത വീണ്ടും സഹതാപത്തോടു കൂടിയാണ് അമൃതയെ നോക്കിയത്. അമൃതയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. എന്നാലും അതിപ്പോ പ്രകടിപ്പിക്കാനുള്ള അവസരമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിപ്പോ പ്രകടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒഴിഞ്ഞ ജഗ്ഗെടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ നഴ്സിംഗ് സ്റ്റേഷന്റെ അടുത്തുള്ള വാട്ടർ ഫിൽറ്ററിന് വെള്ളം നിറച്ച ശേഷം അവിടെ പോയിട്ട് ഒരു ഗ്ലാസ് കോഫി എടുത്ത് പതിയെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്നതിന്റെ ഇടയില് ഒരു പുരുഷ ശബ്ദം കേട്ടിട്ടാണ് അമൃത അങ്ങോട്ട് കയറി ചെല്ലുന്നത്. പുറംതിരിഞ്ഞു നിന്ന് അല്ലിയെ പരിശോധിക്കുന്ന ആ മനുഷ്യനെ കണ്ടതും അമൃതയുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. ഹാർട്ട് ബീറ്റ് ഒക്കെ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. പെടപെടാൻ നടക്കിയ ആ ശബ്ദവും രൂപവും അവളുടെ ആത്മാവിനെ തൊടാൻ ത്രാണിയുള്ളതായിരുന്നു. ആരാണ് അയാൾ? അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും ശുഭദിനം.